ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇത് മഹീന്ദ്ര നിയാസ്പോർട്ട് എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2015 എടുത്തതാണ്. അപ്പോൾ 2015 നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോയ സമയത്ത് 1500 cc മുകളിലുള്ള വണ്ടി സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു സമയമാണ്. അതാണ് ഇത് 1499 cc ഡീസൽ വണ്ടീന് 18 കിലോമീറ്റർ മൈലേജ് ഉണ്ട് എടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ഇത് എടുത്തത്. XU300 എടുക്കാൻ വേണ്ടി പോയത്. അപ്പോഴാണ് ഇതെടുത്തത്. ഈ വണ്ടി എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും കമ്പനി സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ വണ്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പല സ്ഥലത്തും ലോങ് പോയിട്ടുണ്ട്. എന്താ വല്ലപ്പോഴും ഓടിക്കുള്ളൂ. അതുകൊണ്ട് കുറേ തമിഴ്നാട് പോവാത്ത സ്ഥലങ്ങളില്ല. ഒരുവിധം സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ഇഞ്ചനോ മറ്റുള്ള ഭാഗത്തിനോ ഒരു കുഴപ്പമില്ല. ഈ വണ്ടിക്ക് നല്ല വണ്ടി തന്നെയാണ്. എന്താണ് ഒരു സ്റ്റോപ്പ് ചെയ്തതെന്ന് അറിയില്ല. 8 സീറ്റർ വണ്ടീൻ്റെ 2 സീറ്റ് നമുക്ക് കുട്ടികളെ എത്താൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി ഇരിക്കാനും അലൈവിയിലാണ്. അന്നത്തെ അതിൻ്റെ ഫുൾ ഓപ്ഷൻ എടുത്താണ്. 12.5 ലക്ഷം രൂപയാണ് അന്ന് വില ഇതിന്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്താലും ഇതിൻ്റെ ഏർപ്പാട്സിന് ഇതിൻ്റെ സർവീസിന് മഹേന്ദ്രയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ഒരു കുഴപ്പമില്ല. എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. കാരണം ഇതേ എഞ്ചിൻ വെച്ചാണ് വേറെ TUV 300 അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ സ്പെയർ പാർട്സിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡാണ് ഞാൻ കാട്ടി തന്നത്. ബാക്ക് വേണ്ട, ബാക്ക് ഇതാണ്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ നല്ല ഒരു വണ്ടി തന്നെയാണ്. പിന്നെ എന്താണ്, ഇനിയിപ്പോൾ ഇത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നേരം മറിച്ച് ഇത് വിൽക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ് കുറവായിരിക്കും, കിട്ടില്ല അധികം. വണ്ടി ഓടിക്കാനും അതേമാതിരി ഇപ്പോഴത്തെ ക്ലച്ച് സ്റ്റാർട്ടിങ്ങൊക്കെ അന്നേ ഒന്നും ഈ വണ്ടിക്കിന് ക്ലച്ച് നമ്മൾ ട്രാഫിക്കിൽ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് സിസ്റ്റം എല്ലാം ഇതിനാണ്. എല്ലാ സിസ്റ്റത്തോടും കൂടി ഉള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ഉള്ളു വേണ്ട, മൊത്തത്തിൽ എല്ലാം ഉണ്ട്. അതെ, സീറ്റ് ബാക്കിൽ ഇരിക്കാൻ തുടങ്ങിയ സൈഡ് സീറ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഡിക്കുണ്ടാവില്ല. എന്നാലും ഒരു 5 ആൾക്ക് 3 ആൾക്ക് ബാക്കിലും 4 ആൾക്ക് വരെ ഇരിക്കുക. ബാക്കിൽ 2 ആൾക്ക്, 1 ആൾക്ക് ഫ്രണ്ടിലും നല്ല സുഖമായിട്ട് കൈവച്ചിരിക്കുക. ഇതുമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നിറയ്ക്കേണ്ടത്. ഒന്നും എക്സ്ട്രാ ഇല്ല. ഫുൾ ഓപ്ഷൻ ചവിട്ടി കയറാനുള്ളതും അലൈവിയിലൊക്കെ കണ്ടില്ല. അടിപൊളി. ഇതിപ്പോൾ അവർ കൊല്ലത്തിൽ അത് വേറെ വണ്ടി ഉണ്ടല്ലേ, സിട്രോൺ C3 ഉണ്ട്. അത് കാരണം ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. കൂടുതലും ചെറുവണ്ടിയായ കാരണം അതിനകത്ത് ഉപയോഗിക്കുക. ലോങ് പോകണമെങ്കിലോ അത്യാവശ്യമൊക്കെ എടുക്കാറുള്ളൂ. ഗുരുവായൂരാണ് രജിസ്ട്രേഷൻ ചെയ്ത്. KL 46N 5521 നമ്പർ അന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതാണ് ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മൈലേജ് 18 കിലോമീറ്റർ മൈലേജ്. AC ഇട്ട് കഴിഞ്ഞാൽ 16 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ഓടും ഈ വണ്ടി, ഇനി എത്ര കിലോമീറ്റർ വെച്ച് റേഞ്ച് കിട്ടുന്നുണ്ട്, എല്ലാം ഇതിൽ കാണിക്കും. അപ്പം അങ്ങനത്തെ എല്ലാവിധ ഓപ്ഷനോടും കൂടി അന്ന് 2015 ഇറക്കിയ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ഒരു 10-15 ഇവിടെ നമ്മളവിടെ ഒരു 5-10 വണ്ടി കണ്ടിട്ടുണ്ട് ഞാൻ. കുറച്ച് വണ്ടി ഇറങ്ങിയപ്പോഴത്തേനും എന്താണെന്ന് അറിയില്ല, സ്റ്റോപ്പ് ചെയ്തായിരിക്കും. ഒന്ന് വണ്ടി ഇതിലെ കോസ്റ്റ് അവർക്ക് താങ്ങാണ്ടോ അല്ലെങ്കിൽ ഇതിലുള്ള ഇത് കൊണ്ടോ എന്താണെന്ന് അറിയെങ്കിലും നമുക്ക് ഇപ്പോൾ ഇത് എടുത്തിട്ട് നഷ്ടം എന്നൊന്നും പറയാനില്ല. 10 കൊല്ലത്തിനിടയ്ക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ടയർ മാറ്റിയിട്ടുള്ളൂ. അങ്ങനെ നല്ല വണ്ടിന് മൊത്തത്തിൽ. അപ്പോൾ അതാണ് എനിക്ക് നിയാസ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. എൻ്റെ യൂസർ റിവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ആരെങ്കിലും ഉള്ളത് ഈ വണ്ടിയോടെ ഉള്ളൊരു കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ എന്ത് ലുക്കണം നോക്കിയാൽ വണ്ടി നോക്കിയാൽ വണ്ടി ഇപ്പോൾ കാണുമ്പോൾ എന്താ ലുക്കെന്ന്. ഇപ്പോഴത്തെ ഏത് വണ്ടിയേക്കാൾ ലുക്കല്ലേ. എവിടെ പോയാലും ആളുകൾ നോക്കൂട്ടെ ഈ വണ്ടി. കാരണം അധികം ഈ വണ്ടി കണ്ടിട്ടില്ലല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയോടുകൂടി ഈ വണ്ടി ഒന്ന് നോക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടി. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ കൂടുതലൊന്നും ഇതിൻ്റെ റിവ്യൂ പറയാനില്ല. മൊത്തത്തിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങളൊരു കൈതപ്പള്ളി ചാനലിന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കാതെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇതിനെപ്പറ്റി തന്നെ കമൻറ്റ് ചെയ്യണം. നമ്മളൊരു ചെറിയൊരു യൂട്യൂബറിന് ഒരു മോണിറ്റേഷൻ കിട്ടാനായിട്ട് വാച്ച് അവർ വേണം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് വിവരം അറിയിക്കാം. ഞാൻ ഇത് യൂട്യൂബറായിട്ട് നടക്കല്ല, എനിക്ക് ബിസിനസ്സൊക്കെ ഉണ്ട്. ഞാൻ ബിസിനസ്സുകാരനാണ്. ഇപ്പം എൻ്റെ നാളെ ഷോപ്പ് തുറക്കണം. അലുവ ഈത്തപ്പഴം ഹോൾസെയിൽ കൊടുത്തിരുന്നു. ഇപ്പം നമ്മുടെ എടത്തിരുത്തി സിറാജ് നഗർ പള്ളിയുടെ മുന്നിൽ
എൻ്റെ ഷോപ്പ് നാളെ 9 മണിക്ക് ഉദ്ഘാടനമാണ്, റീറ്റെയിലായിട്ട് വിൽക്കാനായിട്ട്. അപ്പം അതും കൂടി ഈ വീഡിയോടൊപ്പം പറയുന്നത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ എൻ്റെ വണ്ടികൾ മാത്രമേ റിവ്യൂ ചെയ്യാറുള്ളൂ. ഇത് നമ്മുടെ സൂപ്രോ ഫുൾ ഓപ്ഷൻ വണ്ടി ZX പിക്കപ്പ്, നമ്മുടെ ആവശ്യത്തിന് മാത്രം ഓടുള്ളത്. AC ഉള്ള വണ്ടി അതും ഉണ്ട്, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കൈതപ്പള്ളി ചാനൽ നിർത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് കൈതപ്പള്ളി ചാനൽ നിർത്തുന്നു. ജയ് ഹിന്ദ്.